ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു homelymealcourt. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഗീ റൈസ് ആണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ നെയ്ച്ചോറെന്ന് പറയാറുണ്ട്. ഈ ഒരു റൈസ് ഏതൊരു ഗ്രേവി ടൈപ്പ് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാം. എന്നാൽ നമ്മളോട് തയ്യാറാക്കുന്നത് ഒരു തേങ്ങാപ്പാൽ ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി അപ്പത്തിനും നൂലപ്പത്തിനും പാലപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ചെറിയ ഉള്ളി ആയാലും ഈ ഒരു അളവിലെടുത്താൽ മതിയാവും. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനെഗർ. ഇനി മസാലകളായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല. താളിക്കാനായിട്ട് 15 ചെറുള്ളി ചെറുതായി അരിഞ്ഞത്, 3 വറ്റൽമുളക്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കരിവേപ്പില, മല്ലിയില, ഒരു 1.5 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1-ാം പാല് ഒരു 200 ml ഉണ്ട്, 2-ാം പാല് ഒരു 100 ml. ഇനി 3-ാം പാൽ എടുത്തിട്ടുണ്ട്, ഒരു 100 ml. 3-ാം പാൽ വേണമെന്നൊരു നിർബന്ധമില്ല. അതിന് പകരമായിട്ട് ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്താലും മതിയാവും. 2 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു 10 മിനിറ്റ് മാത്രം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് വെള്ളം നന്നായി വാർന്നു പോകാനായിട്ട് വെക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 3 ടീസ്പൂൺ നെയ്യ്, 30 ഗ്രാം വീതം കാഷ്യൂവും ഉണക്കമുന്തിരിയും, ഒരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ വീതം കുരുമുളകും കസ്കസും പെരുംജീരകവും ചെറിയ ജീരകവും, 1 ഏലക്കായ, പട്ട, ഗ്രാമ്പു 1 വീതം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ട് കൂടെ തന്നെ 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും, 5 പച്ചമുളക്, കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ 1-2 കൂടുതൽ ചേർക്കാം, 1 തക്കാളി വളരെ കനം കുറച്ച് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ വിനെഗർ ചേർക്കുന്നുണ്ട്. ഇനി മസാലകളാണ് ചേർക്കേണ്ടത്. ചിക്കൻ മസാല 3/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എല്ലോട് കൂടി പീസ് എടുക്കാൻ ശ്രദ്ധിക്കാം. അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ അരിഞ്ഞതാണിത്. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 3-ാം പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 3-ാം പാൽ വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരമായിട്ട് ചിക്കൻ വേവാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളം ചേർത്താലും മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടത്തുള്ളൂ. ഈ ഒരു പാകമായാൽ നമുക്കിത് കോരിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂവിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30-40 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായി ചേർക്കാൻ പോകുന്നത് സ്പൈസസ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 ബേ ലീഫും ജാതിപത്രി കൂടി ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം ഈ അരി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തിളച്ച വെള്ളം.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഉപ്പ് മുന്നിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ ചോറിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ബസുമതി റൈസ് ആണെങ്കിൽ കൂടുതൽ ടൈം വേണ്ടി വരും. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്തതിന് ശേഷം കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇത് മൂടി വയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് കറി കുറുകി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ പീസ് ഉടയാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കളർ മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് താളിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി കുറച്ച് തണുത്ത് കുറുകിയതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ നെയ്ച്ചോറ് എന്തായെന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വേവും ആയിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മേലോട്ട് ചേർത്തിട്ട് വീണ്ടും ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും നെയ്യ് ആകത്തക്ക വിധത്തിൽ ഇളക്കിയതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂവും ഉണക്കമുന്തിരിയോട് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി മൂടി വെച്ചതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. ഒരുപാട് നേരം കഴിഞ്ഞ് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു സാലഡിനായിട്ട് ഒരു സവാളയും 2 പച്ചമുളകും ഒരു ക്യാരറ്റും ഒരു തക്കാളിയും ഒരു 2 ടീസ്പൂൺ വിനെഗറും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് വിത്ത് ചിക്കൻ കറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക് യു.